നിങ്ങൾ ഡയറ്റിലാണോ? ജിമ്മിൽ പോകുന്നുണ്ടോ? അതോ തടി കുറയ്ക്കാൻ നോക്കുന്നവരാണോ? ഇനി അതും അല്ലെങ്കിൽ വെജിറ്റേറിയൻകാരാണോ? ഇവരിൽ നിങ്ങൾ ഏതായാലും വീഡിയോ സ്ക്രോൾ ചെയ്തു പോകണ്ട. നിങ്ങൾക്കുള്ളതാണ് ഈ റെസിപ്പി. അപ്പൊ റെസിപ്പി നോക്കാം. ആദ്യം കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ 80 മില്ലി മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇനി സൂപ്പിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാം. ഒരു വലിയ സവാള നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതാക്കി അരിഞ്ഞു വെക്കുക. പിന്നെ മീഡിയം സൈസ് ക്യാരറ്റ് ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിയാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ ഉരുളൻകിഴങ്ങാണ്. അതും ചെറുതാക്കി അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയാണ് വേണ്ടത്. തക്കാളിയും ഇതേപോലെ തന്നെ ചെറുതാക്കി അരിയാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കവും ഞാൻ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ 4 വെളുത്തുള്ളി അല്ലി, അതും ചെറുതാക്കി അരിഞ്ഞു വെക്കാം. വെളുത്തുള്ളി അരിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയതിനു ശേഷം ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, തക്കാളി. തക്കാളി ഇട്ട് ഒന്ന് വാടിയതിനു ശേഷം മാത്രമേ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ വെജിറ്റബിൾസും ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഒരു കറുവേലയും 4-5 പുതിനയിലയാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുക്കണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ഗ്ലാസ് വെള്ളമാണ്. അതും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് 5 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കാം. കുക്കർ തണുത്തതിന് ശേഷം കുക്കർ തുറന്നു നോക്കാം. ഇതിൽ നിന്ന് കറുവേല എടുത്ത് മാറ്റണം. അതിനുശേഷം ഈ വെജിറ്റബിൾസ് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ബ്ലെൻഡർ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ചൂടാറിയതിനു ശേഷം മിക്സിയിൽ അരച്ചാൽ മതി. പക്ഷെ വീണ്ടും ചൂടാക്കണം. ഇനി ഒരു ചെറിയ പാത്രത്തിൽ ബട്ടർ ചേർത്ത് അതിലേക്ക് 4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കുറച്ച് മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് ഈ സൂപ്പിലേക്ക് ഒഴിക്കാം. അങ്ങനെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പ് കുടിക്കുമ്പോൾ ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്ത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ടേസ്റ്റി മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആണ് ഇത്. ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം കേട്ടോ.